ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കുണ്ട്രയ്ക്കടുത്തുള്ള നമ്മുടെ റെജിലായത്തയുടെ വീട്ടിലാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കർഷകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് റെജിലായത്തടുത്ത് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഓ, അങ്ങനെ ലോട്ടറി അടിച്ചതാ. ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും പശു വളർത്തലിൽ എന്തെങ്കിലും നമസ്കാരം. നമസ്കാരം, എന്റെ പേര് റെജില. ഓക്കെ. 10 വർഷം അല്ല അതിൽ കൂടുതലായിട്ട് പശു വളർത്തുകയാണ്. പശുക്കളെ വളർത്തുന്നതാണ്. അപ്പൊ ഇത്ത നമുക്ക് പശുക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. എല്ലാരെയും ഒന്ന് ഇത്ത ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഇത്തയുടെ പശു വളർത്തലും കാര്യങ്ങളും എല്ലാം ഒന്ന് നമ്മളെ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഞ്ഞു പരുവം തൊട്ട് എന്റെ വീട്ടിൽ പശുണ്ട്. 10 പശു ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ പശു വളർത്തല്. അതേപോലെ തന്നെ 60 കോഴി എന്റെ കുടുംബ വീട്ടിൽ, എന്റെ സ്വന്തം വീട്ടിൽ. അതേപോലെ തന്നെ ആടും അതേപോലെ ആടും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ സ്വന്തമായിട്ടായപ്പോഴത്തേക്ക് എനിക്ക് 4 പശു ഉണ്ടായിരുന്നു. ഇപ്പൊ 3 പേരേ ഉള്ളൂ. 15 ആടുണ്ടായിരുന്നു. കോഴി അത് 30 കോഴി ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ മരപ്പട്ടി കയറിയപ്പോഴത്തേക്ക് കോഴിയെല്ലാം. പിന്നെ പ്രാവ് ഉണ്ടായിരുന്നു. ലൈവിൽ എത്ര വർഷം എടുത്ത പശു വളർത്തല് ഉണ്ട്? ഇപ്പൊ ഞാന് ഒറ്റയ്ക്ക് ആയപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു 9 വർഷം കൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇതിന്റെ ജോലി എല്ലാം ചെയ്ത് ഇത്ത തന്നെയാണ്. എല്ലാം തന്നെ. അമ്മാളു അല്ലേ? അരുമയായിട്ടുള്ള പശു വന്നല്ലേ? നമ്മുടെ തൊഴുത്തി ഒരു സുന്ദരി പശുവാ. കൊടുക്കാൻ തോന്നാത്ത ഇതാ. എന്റെ മോട വെച്ചിട്ടേക്കുന്ന ഇതാണ് അച്ഛൻ പശു. ഓക്കെ. ഇപ്പൊ ഇവിടെ എത്ര പശുക്കളുണ്ട് മൊത്തത്തില്? 3 പേരല്ലേ? ഇപ്പൊ ഇവളിപ്പോ അമ്മാള് പ്രസവിച്ചു അല്ലേ? പ്രസവിച്ചിട്ട് 7 ദിവസമായി. കറക്കാം. അപ്പോഴിത്ത ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്, ഇപ്പൊ ചൂട് സമയമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഓരോ സ്ഥലത്ത് പശുക്കൾ ചത്ത് വീഴുന്നുണ്ട് ചൂട് സമയത്ത് ഒരുപാട്. ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോ തൊഴുത്തിൽ പശുക്കൾ നല്ല ആരോഗ്യമായിട്ടാണ് നിൽക്കുന്നത്. ആയിപ്പൊന്നുമില്ല. ഇത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ചൂട് സമയത്ത്? ചൂട് സമയത്ത് നമ്മള് പിന്നെ ഇവിടെ തണലത്ത് കൊണ്ട് കെട്ടും. പിന്നെ വലിയ പച്ചപ്പൊച്ച, അല്ലാതെ കച്ചിയൊന്നുമില്ല. ഇവിടെ നല്ല വയൽ പ്രദേശം ആയതുകൊണ്ട് ഇവിടെ തന്നെ അഴിച്ച് മേയിച്ച് കേട്ടും അല്ലേ? മനസ്സിലായി. പോച്ച പറിച്ചുകൊണ്ട് വരും. പിന്നെ ഇവിടെ ഫുഡ് കിട്ടാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അല്ല, തീറ്റ ഇപ്പൊ എന്തൊക്കെയാ കൊടുക്കുന്നത്? ഞാൻ പല്ലറ്റ്, എള്ളുമുണ്ണാക്ക്, പരുത്തി. പെല്ലറ്റ് ഏതാ? കേസ് ആണോ? ഈ കേസ് കൊടുക്കുന്നതുകൊണ്ട് പശുക്കൾ ചെന ഏക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാണോ? ഒരു കുത്തിവയ്പ്പേ ഉള്ളായിരുന്നു. ചെന പിടിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ. അപ്പൊ പുതിയ ഈ പശു വളർത്തൽ രംഗത്തിലോട്ട് വരുന്ന പുതിയ തലമുറയോട് ഇതൊക്കെ എന്താ പറയുന്നത്? ലാഭകരമാണോ നഷ്ടം? ലാഭകരമാണ്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. ജോലിക്കാരെ നിർത്തി ചെയ്യുകയാണെങ്കിൽ ഇത് നഷ്ടമായി പോകും. എനിക്ക് കറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കറക്കുമായിരുന്നു. പക്ഷെ എനിക്ക് കൈയുടെ അടിച്ചിട്ട് ഇതുള്ളതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു വിഷമം. പക്ഷെ നമ്മുടെ ഒരു കറവക്കാരന് നല്ല സ്നേഹമുള്ള ഒരു കറവക്കാരൻ, നല്ല മനസാക്ഷിയുള്ള ഒരാളാണ്. നമ്മുടെ വീട്ടിലൊരു എന്ന് വെച്ചാൽ എന്റെ കുടുംബ വീട്ടില് ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ആള് പണ്ടിയാണ്. എന്നാലും ശരി, നമുക്ക് വിശ്വാസം. ഈ തമിഴം കറവക്കാരെ ഇത്തിരി പ്രശ്നമെന്നാ എല്ലാരും പറയുന്നത്. ഇത്ത പക്ഷെ നല്ല അഭിപ്രായം പറയുന്നത്. നല്ല അഭിപ്രായം. ഞാനതിന്റെ വഴക്കൊക്കെ പറയെങ്കിലും ഞങ്ങളുടെ വീട്ടിലും അതേപോലെ ഞങ്ങളുടെ പാപ്പായും ഉമ്മയും വഴക്ക് പറയെങ്കിലും പക്ഷെ ആള് സൂപ്പറായിട്ട് കറക്കുന്നത്. പാലായാലും എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എത്ര വശനം വേണമെങ്കിലും മേടിച്ചെടുത്തിക്കോ, ഞാൻ കറന്നോളാം. നമ്മൾ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പാത്രവും തോക്കോലും എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് കറക്കും. പുള്ളിക്കാരൻ അഴിച്ചു കെട്ടും, തീറ്റിയിട്ട് കൊടുക്കും, പാലെടുത്ത് പരിക്കകത്ത് വെച്ചിട്ട് താക്കോല് കറക്റ്റ് കൊണ്ടുവച്ചിട്ട് നമുക്ക് അതിന് 100%. എന്തായാലും അതൊരു സന്തോഷം. ആദ്യമായിട്ട് ഒരു കർഷക പറയുന്നത്. അപ്പോഴത്തെ ഇതിപ്പോ എത്രാമത്തെ പ്രസവം അമ്മാളു? ഇത് മൂന്നാമത്തെ പ്രസവം അല്ലേ? നല്ല പശുവാണ്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന അവളെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് നമുക്ക് കിട്ടിയിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് പിന്നെ 2 മാസം കറവ കഴിഞ്ഞിട്ടാ കിട്ടിയത്. അകത്തിറങ്ങിയിരിക്കും. ഇവിടെ എത്ര വെട്ടം കിട്ടുന്നില്ല. അന്ന് 11 ലിറ്റർ പാലുണ്ടായിരുന്നു. പാലുണ്ടായിരുന്നു. അപ്പൊ ഇവളുടെ പേരുണ്ടോ? ഇവക്ക് പേരിട്ടില്ല. വിളിച്ച് ചട്ടമ്പിയാണ്ട് ഇവക്ക് പേരിട്ടില്ല. പതുക്കെ പേരെടുത്തു. പക്ഷെ ആള് കുഴപ്പമൊന്നുമില്ല. തീറ്റിയും കൂടി എല്ലാം നല്ലതാണ്. നല്ല പശു. പക്ഷെ എനിക്കും കളയാൻ തോന്നുന്നില്ല. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്തൊക്കെ തീറ്റ ഇപ്പൊ കൊടുക്കുന്നത്? കേസ്, സുപ്രീം, പരുത്തി അല്ലേ? എള്ളു പിണ്ണാക്ക് കൊടുക്കുന്നത്. എള്ളു പിണ്ണാക്ക് ഭയങ്കര വിലയല്ലേ? 35 രൂപ ഉള്ളൂ. ഓക്കെ. അപ്പൊ എള്ളും പിണ്ണാക്ക് കൊടുക്കുന്ന പാലാകുമ്പോ നല്ല ക്വാളിറ്റി ഉള്ള പാലായിരിക്കുമല്ലോ. നമ്മുടെ നാട്ടുകാർക്ക് നല്ല പാല് തന്നെ കൊടുക്കട്ടെ അല്ലേ? ഇപ്പം 2 ദിവസം കഴിഞ്ഞ് കൊണ്ട് ചെന്നാലും ശരി, ആ പാല് ആൾക്കാർ എടുക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 1 ലിറ്റർ പാൽ എന്തോ വിലയൊക്കെ എവിടെ നിന്ന് പോണത്? 60 രൂപ പോണം. പാലിന്റെ പൈസ കൃത്യമായിട്ട് തരുന്നുണ്ടോ ആളുകൾ? കറക്റ്റ് തരുന്നുണ്ട്. ഈ പാലല്ലാതെ വേറെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഇത്ത കൊടുക്കുന്നുണ്ടോ? നമുക്ക് പാല് തികയത്തേ ഇല്ല. പാല് കൊടുക്കാൻ തികയുന്നില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പൊ ഇത് ഇനി വിപുലമായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. നമുക്കിവിടെ താഴോട്ട് വയലിലൊക്കെ ഇഷ്ടംപോലെ പോച്ചയുണ്ട്.
ഇഷ്ടം പോലെ നമുക്ക് അറുക്കാൻ പറ്റുന്ന പാടേ ഉള്ളൂ അല്ലേ? ഒരുപാട് ഈ പിന്നെ എനിക്ക് 2 വീലർ ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് വെച്ചാൽ 2 വീലറിനകത്ത് പോയി എടുക്കും അല്ലേ? റജിലാത്തേക്ക് പുല്ലറക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം ഞാൻ പറയില്ലേ, എനിക്ക് ഇത് കാണുമ്പോഴാണ് ഭ്രാന്ത്. പക്ഷെ എനിക്ക് ഈ പച്ചപ്പുല്ല് കാണുമ്പോ ഒരു ഓക്കെ. പക്ഷെ ഒന്നും കഴിക്കാതെ ജോലി ചെയ്യും. റജിലാത്ത പറഞ്ഞാൽ ഈ പാലുണ്ടാവാൻ ഒരു മരുന്നും കൊടുക്കണ്ട, പച്ചപ്പുല്ലാണ്, പച്ചപ്പുല്ലിനോളം വേറൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ചുള്ള ഞാൻ കച്ചി ഒരു കെട്ട് കച്ചി വെച്ചു, പിന്നെ അത് മൊത്തം കച്ചി അങ്ങനെ കൊടുക്കാറില്ല അല്ലേ ഇത്താ? കച്ചി കൊടുത്തിട്ട് വല്ല ഉപയോഗം ഇല്ല വലിയ. ഈ അയവട്ടല് വല്ലതും നടക്കുമെങ്കിലേ ഉള്ളൂ അല്ലേ? പക്ഷേ ഞാന് ഇച്ചിരി ദൂരെ പോയാണ് ഞാൻ രാവിലെ ഇറങ്ങും. വെയിലാണ് ചെടി. എനിക്ക് പോയി കഴിഞ്ഞാൽ വെയിലൊന്നും കുത്തരിയല്ല. ഒരു കുപ്പി വെള്ളം ഇതേപോലെ എന്റെ കയ്യിലിരിക്കണം, തണുത്ത വെള്ളം ആയിരിക്കണമെന്നേ ഉള്ളൂ. ആ വെള്ളമായിട്ട് ഇറങ്ങുക, 4-5 ചാക്ക് പോച്ചെറുക്കുക, വണ്ടിക്കകത്ത് വെച്ച് കെട്ടുക, വരിക, കൊണ്ടുപോവാ വരിക. ഓക്കെ. ഇതാണ് നമ്മുടെ സന്തോഷം. ഇനി ഇത്ത അതിനോട് ചേർന്ന് നിൽക്കണം. എനിക്ക് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയില്ല, യൂട്യൂബിൽ കൊടുക്കുമ്പോൾ ഫോട്ടോ കൊടുക്കണ്ടേ? ആണല്ലേ ഇത്താക്കി. അപ്പൊ ഈ പശു വളർത്തലിനോടൊപ്പം തന്നെ ഈ കോഴി വളർത്തലും താറാവും എല്ലാം ഉണ്ടല്ലേ? ഓ, പ്രാവുണ്ടല്ലേ? എല്ലാത്തിന്റെയും കൂടി വളർത്തുന്ന ഒരാളാണല്ലേ? ഇത്ത ഇപ്പൊ കോഴി ഇവിടെ എന്താണ് മുട്ട ഇത്തയുടെ ആവശ്യത്തിനാണോ പുറത്ത് കൊടുക്കും? എങ്ങനെ വന്ന് മേടിച്ചോണ്ട് പോകും? ഓക്കെ. ഓക്കെ. ഒരു വീട്ടമ്മയായാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് ഒരു വരുമാനമാണല്ലേ ഇത്ത? ആണല്ലേ. താറാവുണ്ട്, ഇപ്പൊ കോഴിയുണ്ടല്ലേ? ഇവരെല്ലാം ഇവിടെ തന്നെ ഇട്ടാന്നല്ലേ? ഇതിപ്പോ ടെറസിന്റെ മേളിലല്ലേ ഇത്താ? ഓക്കെ. എന്തും വാരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊടുത്ത് പഠിപ്പിച്ചിട്ടേക്കുക. ഓക്കെ. ആടുണ്ടല്ലേ? എനിക്ക് ആടുണ്ട്. ഇപ്പൊ ഈ തോൽ എങ്ങനെയാണ്? പ്ലാവിന്റെ തോല് മേടിക്കുവോ അതോ? അല്ലല്ല, ഞാൻ മേടിക്കുന്നൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 10 ഇടാൻ പോകുമ്പോ ഏതെങ്കിലും പ്ലാവ ഓട്ടം ഇട്ട് വെച്ചേക്കും. തിരിച്ചു വരുമ്പോ ആ പ്ലാവ ഞാൻ നോക്കും, ആരെങ്കിലും നോക്കുന്നത്. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കയറി ഓടിച്ചോണ്ട് ആ പ്ലാവി കയറും. ഇതൊക്കെ ഞാൻ ഇനി ക്യാമറയായിട്ട് ഞാൻ അവിടെ വരേണ്ടിയിരിക്കുന്നു അല്ലേ? വളരെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ കർഷക എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ കർഷക. അത്ര നല്ല എന്താണ് ഒരു വിൽ പവർ ഉണ്ട്. കാരണം വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്ലാവില് കയറി തോല് വെട്ടി ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കാന്നൊക്കെ പറയുന്ന ഒരു ആണിന്റെ കരുത്തുള്ള അല്ലേ? അത്രയും നന്നായിട്ട്. ആണല്ലേ? ഒരു കരുത്താണ്. അതാ ഇത് പുതിയ തലമുറയിലുള്ള ലേഡീസിനും ഇത്താടെ വാക്കുകൾ ഒരു അപ്പൊ ഇത്ത ഈ ആട് വെള്ളത്തിൽ ലാഭകരമാണോ ഇത്ത ഈ പശുവിന്റെ ഒപ്പം? ഈ പശുക്കളുടെ തീറ്റയുടെ ബാലൻസ് കൊടുത്താൽ മതിയാവോ അല്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലാഭകരം. പുല്ലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഏറ്റവും നല്ലത് ഏതാണ്? പ്ലാവിലെയാണോ പുല്ലാണോ ഏതാണ്? പുല്ലാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പൊ ഇവർക്കും തീറ്റ പശുവിന്റെ തീറ്റ തന്നെയാണോ? ഓക്കെ. അപ്പൊ ഒന്ന് കാണിച്ചു തരുമോ ഇവിടെ പരുത്തി ഇതൊക്കെ അല്ല? ഇത് പരുത്തി പിണ്ണാക്കാണ്. ഇതിങ്ങനെ ഇട്ട് വെച്ചേക്ക്. അവരെ ഒരു കൊച്ചു പാത്രം ഉണ്ട്, ആ പാത്രത്തിനകത്തിട്ട് അളവുണ്ട്. ആ അളവിൽ ഇതിപ്പോ നേരത്തെ ഇട്ടേക്കോ അതോ എത്ര മണിക്കൂർ നേരത്തെ ഇട്ട് വെച്ചേക്കും? ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് ലാഭം. അത് പെട്ടെന്ന് കൊന്നു കയറുമല്ലേ? അന്നേരം എടുത്ത് കൊടുക്കാം. അല്ല നമ്മൾ അന്നേരം അത് വേണ്ട. പല്ലറ്റും അതേപോലെ ഉണ്ടോ? എള്ളും അതേപോലെ. എള്ളുമിണ്ണാക്ക് എന്തോരം കൊടുക്കും ഒരു പശുവിന്? അത് ഈ പശുവിനാണ് തോനെയും കൊടുക്കുന്നത്. അങ്ങനെ തോനെയും കൊടുക്കും. ഓക്കെ. ഇപ്പം ചെനയല്ലേ? ഇതിപ്പോ ചെന 8 മാസം കഴിഞ്ഞ്. ഇപ്പൊ ഇവള് നിറചെനയാണോ അതോ 8 മാസം? 8 മാസം പൂർത്തിയായല്ലേ? ഇതേ നമുക്ക് കുത്തിവെപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് കിട്ടിയതായിരുന്നു. ഒരാള് കൊണ്ടു തന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് 10 ലിറ്റർ പാലുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാ. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ പാല് കുറയുന്ന ഇയാൾക്ക് ഒരു ക്ഷീണം പോലെ. ഞാൻ പരിശോധിച്ചപ്പോ 4 മാസം. ഇപ്പൊ ഇവക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? തൈലേറിയ വന്നു അല്ലേ? ഒരു ക്ഷീണം പോലെ തോന്നി, ഒരു വെള്ളം കൂടിയൊക്കെ നടക്കാനും ഒക്കെ ഒരു പാടാ. അങ്ങനെ ഞാന് എനിക്ക് തോന്നി ഇത് ദഹനക്കേടിന്റെ ആന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മരുന്നൊക്കെ മേടിച്ചു, ഡോക്ടറെ പോയി കണ്ട് മരുന്നൊക്കെ മേടിച്ചു കൊടുത്ത് 2 ദിവസം മാറ്റം വന്നു. പിന്നെയും വീണ്ടും അതേപോലെ തന്നെ. പിന്നെ ഞാന് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ചേച്ചി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. പക്ഷെ അന്നത്തെ സാമ്പത്തികം ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പിന്നെ ഖേദിക്കുന്നത് പോയി. പക്ഷെ അന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് എന്തോന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ക്ഷീണമായി പോകത്തില്ലായിരുന്നു പശുവിന്. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ പറയാനുള്ള എന്താണ്? എന്ത് ബുദ്ധിമുട്ട് വന്നാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ മോശമാണോ? ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണല്ലേ? നമ്മള് ഓക്കെ. എന്തായാലും ഇപ്പൊ എന്തായാലും രോഗം മാറി ഇനി ക്ഷീണം ഒന്ന് മാറി വന്നാൽ മതി അല്ലേ? ഇപ്പൊ
അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ കുണ്ട്രയ്ക്ക് അടുത്തുള്ള PKP കവലയ്ക്ക് അടുത്തുള്ള നമ്മുടെ റജിലാത്തയാണ്. റജിലാത്തയെ നേരത്തെ പരിചയമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ലേഡി ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതാണ്. നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. ഒരു നല്ലൊരു അവാർഡിന് അർഹതയായിട്ടുള്ള ഒരു കൃഷിക്കാരിയാണ്. കാരണം അത്ര നല്ലൊരു കർഷകയാണ്. അപ്പം ഇത്തവണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പശു വളർത്തലിൽ എന്തെങ്കിലും പുതിയ സംരംഭത്തിലോട്ട് വരുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.